ഇന്ന് ഡിസംബർ 16, 2025. BBC-ക്കെതിരെ ട്രംപ് $10 ബില്യൺ കേസ് ഫയൽ ചെയ്തു. 2024 ജനുവരി 6 നടത്തിയ തന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ വഞ്ചനാപരമായി എഡിറ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ 2024 ഒരു ഡോക്യുമെന്ററിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച BBC-ക്കെതിരെ $10 ബില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. ആക്രമണ സാധ്യതയെക്കുറിച്ച് ഓസ്ട്രേലിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇസ്രയേൽ നേതാക്കൾ പറയുന്നു. ഓസ്ട്രേലിയയെ ഞെട്ടിച്ച ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ പ്രതികൾ ഒരു അച്ഛനും മകനുമാണെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹനുക്ക ആഘോഷത്തിനായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തെ ലക്ഷ്യമിട്ടുള്ള വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വധിച്ചുകൊണ്ട് ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചോ എന്ന് US പരിശോധിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കബഡി കളിക്കുന്നതിനിടെ ദിഗ്വിജയ് സിംഗ് വെടിയേറ്റ് മരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ ബാംബിഹ സംഘമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെനസ്വേലയിലെ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും 8 പേർ കൊല്ലപ്പെട്ടതായും US സതേൺ കമാൻഡ് തിങ്കളാഴ്ച അറിയിച്ചു. കിഴക്കൻ പസഫിക്കിലെ അറിയപ്പെടുന്ന മയക്കുമരുന്ന് കടത്ത് വഴികളിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചിരുന്നതായും മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിരുന്നതായും ഇന്റലിജൻസ് സ്ഥിരീകരിച്ചു. മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബൊൾസനാരോയെ ശിക്ഷിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. സെപ്റ്റംബറിൽ ബൊൾസനാരോയെ 27 വർഷം തടവിന് ശിക്ഷിച്ചു. 2022 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ എതിരാളിയായ ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയോട് പരാജയപ്പെട്ട ശേഷം തന്നെ അധികാരത്തിൽ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതിന് 70-കാരനായ ബൊൾസനാറോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർഡനിലാണ്. ഇന്ത്യയും ജോർഡനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 75 വർഷം തികയുന്നു. ചിലിയുടെ പുതിയ പ്രസിഡന്റായി തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥി ജോസ് അന്റോണിയോ കാസ്റ്റിനെ തിരഞ്ഞെടുത്തു. US മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടി റുവാണ്ട ലംഘിച്ചുവെന്ന് US ആരോപിച്ചു. നാഷണൽ ഹെറാൾഡ് കേസ് ഗാന്ധി കുടുംബത്തിന് ആശ്വാസം, അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടി, കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് കോടതി. സ്ത്രീവിരുദ്ധ പ്രസംഗം, CPM നേതാവ് സെയ്ദലി മജീദിനെതിരെ കേസ്. തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ എതിരാളികൾ പെൺകുട്ടികളെ രംഗത്തിറക്കിയെന്നായിരുന്നു വിവാദ പരാമർശം. വാക്കുകൾ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു.